ഇത് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോഗവൽക്കരിക്കുക കൂടി വേണം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാൻ സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു ഇൻസാനിനെയാണ്, മനുഷ്യനെയാണ്. ഇവിടെ മതങ്ങളില്ല. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മതം എന്ന് പറയുന്നതല്ല ഈ നമ്മൾ പറയുന്നത്. മതമല്ല ഇത്. ഇത് സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ഖാദിയാനിയോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അങ്ങനെ ഒരു മതമോ മതത്തിന്റെ ആചാരങ്ങളോ അല്ല ഇവിടെ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഒരു മനുഷ്യനെ നിർമ്മിച്ചെടുക്കേണ്ടതിനെ കുറിച്ചാണ് ഖുർആനിന് പറയാനുള്ളത്, നമുക്കും പറയാനുള്ളത് അതാണ്. പരമകാരുണികൻ നിർമ്മിച്ചെടുക്കുന്നത് ഒരു ഇൻസാനിനെയാണ്. അതാണ് അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന. അപ്പൊ റഹ്മാൻ സൃഷ്ടിച്ചെടുക്കുന്നത്, റഹ്മാന് ഇവിടെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുമ്പ് എത്രയോ തവണ പറഞ്ഞതാണ്. ഖുർആന്റെ കാലപ്പഴക്കം എത്രയാണെന്ന് ചോദിച്ചാൽ 1400 വർഷമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മുസ്ഹഫിന്റെ കാലപ്പഴക്കം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കാലപ്പഴക്കം അന്വേഷിക്കാം. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനിലും ഉള്ളതാണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ മനുഷ്യന്റെയും വായനക്കുള്ള ഉപകരണമാണ് ഖുർആൻ എന്നുള്ളത്. ഇത് നൽകിക്കൊണ്ടാണ് ഒരു മനുഷ്യന് സംസ്കാരം പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ഇൻസാനാക്കി മാറ്റുന്നത്. അതാണ് ഖുർആനും കിതാബും മുസ്ഹഫും തൗറാത്തും ഇഞ്ചീലും ഇതിന്റെയൊക്കെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ നിരവധി തവണ വിശദീകരിച്ചതാണ്. ഇനി ഞാനത് വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഖുർആൻ എന്ന് പറയുന്നത് ഈ മുസ്ഹഫല്ല, മുസ്ഹഫൊന്നുമില്ല, ഇവരുടെ ഡയറിയാണ്. നമ്മൾ വായിക്കുന്ന മുസ്ഹഫ് അല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് ആലിയത്തുൽ ഇസ്തിഖ്റാഇൽ ഉസൂലി ലിൽ ഹഖീഖത്തി, യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു മനുഷ്യന് എത്തിച്ചേരാനുള്ള വായന നടത്താനുള്ള ഒരു മനുഷ്യനിലുള്ള ഉപകരണമെന്തോ ആയുധമെന്തോ അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് ഇന്നുമുണ്ട്, ഇന്നും അതാണ് നുനസ്സിലു മാഫിൽ ഖുർആൻ നുനസ്സിലും ഖുർആന. ഖുർആൻ നുനസ്സിലു ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്, ഇറക്കി കഴിഞ്ഞതല്ല. അത് മുമ്പൊരിക്കൽ ഒരാൾ ചോദിക്കേണ്ടായി, ഇൻസാലും തെൻസീലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇൻസാൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയെ നമുക്ക് നൽകി അത് വ്യക്തമാക്കി തന്ന കാര്യം, അതാണ് ഇൻസാൽ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം നമ്മുടെ മനബുദ്ധിയിലേക്ക് ഇറങ്ങിക്കിട്ടി, അത് വ്യക്തവുമായി കഴിഞ്ഞു, അതാണ് ഇൻസാൽ എന്ന് പറയുന്നത്. എന്നാൽ തെൻസീലോ നസ്ബലയോ അത് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഖുർആൻ നുനസ്സിലു എന്ന് പറയുന്നത്. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഖുർആൻ. അതാണ് ദിവസേന അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നലത്തെ അറിവല്ല ഇന്ന്, ഇന്നലത്തെ ഖുർആനല്ല ഇന്ന്, ഇന്നത്തെ ഖുർആനല്ല നാളെ, നാളത്തെ ഖുർആനല്ല മറ്റന്നാൾ. ഇങ്ങനെ ദിവസേന ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് ഖുർആൻ എന്നുള്ളത്. അതാണ് നുനസ്സിലു ഖുർആൻ എന്ന് പറഞ്ഞത്. ഖുർആൻ ഞാൻ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനെന്ത് വേണം? ഖൽബുൻ സലീമാകണം, ശുദ്ധമായ ചിന്തയും ശുദ്ധമായ ഹൃദയവുമായിരിക്കണം. അവനിലേക്ക് യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഖുർആൻ ഓരോ വ്യക്തിയിലും ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് കിട്ടിയ ശേഷമാണ് ഖലഖൽ ഇൻസാന, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോ പിന്നീട് അതിന്റെ ബയാൻ നമ്മുടെ കർമ്മങ്ങളായി, നമ്മുടെ ഉറക്ക്, ഭക്ഷണം, പ്രവർത്തനങ്ങൾ ഓരോന്നും അതിന്റെ ബയാനാണ്. ആ സന്ദർഭത്തിൽ നമ്മിലുള്ള നെജ്മ് നമുക്ക് സുജൂദ് ചെയ്യും, നമുക്ക് അറിവുകൾ നൽകിക്കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ നമ്മളിലുള്ള ഷജറ നമുക്ക് സുജൂദ് ചെയ്യും. അതാണ് വശംസു വൽ ഖമറു വന്നജ്മു വശജറു യസ്ജുദാൻ എന്ന് പറയുന്നത്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ശംസും ഖമറും നമുക്ക് ഹസിബ, മതിയായ അറിവുകൾ മതിയാക്കി തരും. അതാണ് ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ. ഹസിബ അത് മതിയാച്ച, നമുക്ക് ആവശ്യമായ കണക്കിനുള്ള അറിവുകൾ നമ്മിലെ ശംസും ഖമറും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ നമ്മിലെ നിജമുണ്ട്, നമുക്ക് വഴി കാണിച്ചു തരുന്ന നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഷജറുണ്ട്, മരമുണ്ട്,
ഷജറത്തുൻ ത്വയ്യിബത്തുണ്ട്, ഷജറത്തുൻ ഖബീസത്തുണ്ട്. ഇവിടെ ഷജറത്തുൻ ത്വയ്യിബത്തിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അത് നമുക്ക് സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുകൾ കൊണ്ടുവന്നു തരും.